മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇന്ന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയാണ്. പൊങ്കാല എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പൊൻകലം കൊണ്ട് നമ്മള് സ്വന്തം കർമ്മത്തിലൂടെ, പ്രത്യേകിച്ച് സ്ത്രീകള് ദേവിക്ക് നിവേദ്യം അർപ്പിക്കാം. പൊങ്കാല നടക്കുന്ന ദിവസം പല TV ചാനലിലും റേഡിയോയിലൂടെയും അനൗൺസ്മെന്റ് ഉണ്ടാവാറുണ്ട്. പഞ്ചഭൂതങ്ങൾ ഒരുമിച്ച് ചേരുന്നു, പഞ്ചപ്രാണൻ ഒരുമിച്ച് ചേരുന്നു, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ പറയാറുണ്ട്. ഏതായാലും അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എനിക്ക് എന്നും സന്തോഷം തോന്നിയിട്ടുള്ളത് ഒരു ക്ഷേത്രത്തിന്റെ അടിസ്ഥാനത്തില്, ആത്മീയതയുടെയും ആചാരത്തിന്റെയും അടിസ്ഥാനത്തില് മിക്കവാറും നല്ല തണുപ്പുള്ള ഒരു രാത്രി മുഴുവനും ഉറങ്ങാതെ റോഡ് സൈഡിലും അടുത്തുള്ള വീടുകളിലും പള്ളികളിലും മോസ്കുകളിലും വീടുകളിലും അമ്പലങ്ങളിലും കിടന്ന് നമ്മളെ മറന്ന് നമ്മൾ കൊണ്ടുപോകുന്ന അരി ആ അടുത്തുള്ള കിണറ്റിൽ നിന്ന് അല്ലെങ്കിൽ കോർപ്പറേഷനിലെ ലോറിയിൽ കൊണ്ടുവരുന്ന വെള്ളം ഉപയോഗിച്ച് തിളപ്പിച്ച് പായസം ഉണ്ടാക്കി, മുകളില് സൂര്യനും ചുവട്ടില് അടുപ്പിന്റെ ചൂടും സഹിച്ചുകൊണ്ട്, സഹനശക്തിയും ത്യാഗവും എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് താൻ പൊൻകലത്തിൽ വെക്കുന്ന നിവേദ്യം എത്രയോ കിലോമീറ്റർ അപ്പുറത്തുള്ള ദേവസ്ഥാനത്തിന്റെ, ക്ഷേത്രത്തിന്റെ അകത്തുള്ള ശ്രീകോവിലിന്റെ അകത്തിരിക്കുന്ന ഒരു ചെറിയ വിഗ്രഹത്തിനെ കേന്ദ്രീകരിച്ച് നമുക്ക് അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വ്യക്തിപരമായ പേഷ്യൻസ്, ക്ഷമ, വ്യക്തിപരമായി നമ്മൾ മറന്ന് എത്രയോ കോടി പ്രഭുക്കളും സിനിമാ നടിമാരും വിദേശ വനിതകളും എത്രയോ രാഷ്ട്രീയ പാർട്ടിയിലും മതത്തിലും പെട്ടവരും ഒരുമിച്ച് അടുപ്പുകൂട്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനം, ഈ ഒരുമിച്ച് എന്നുള്ള മഹത്തായ സന്ദേശം അവിടെ കൊടുത്ത് വ്യക്തിയുടെ മനസ്സിനകത്തെ ഏകാഗ്രത, അഹങ്കാരവും വാശിയും പകയും ഇല്ലാതെയാക്കി ഒരു ഏക ബിന്ദുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരുമിച്ച് രാത്രി ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ വ്രതമെടുത്ത് ശരീരത്തിന് പാകത വരുത്തി കുടുംബാംഗങ്ങളും ചുറ്റുപാടുമുള്ളവർ ഒരുമിച്ച് ഈ പൊതിമടലും ചിരട്ടയും കത്തിച്ച് നല്ല ചൂടില് അടിക്കുന്ന കാറ്റില് അവനവന്റെ സാരി കത്താതെ ശ്രദ്ധിച്ച് സമൂഹത്തിൽ ഒരുമിച്ചിരുന്ന് ആത്മീയത എങ്ങനെയാണ് മനുഷ്യനെ ഏകഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് കാണിക്കാനുള്ള ഒരു വലിയ അവസരമാണ് ആറ്റുകാൽ പൊങ്കാല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുമുള്ള എല്ലാ യുക്തിവാദികളും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും ഈ കർമ്മത്തിൽ ഒരുമിച്ച് ചേരുന്നു. നമ്മുടെ അസംബ്ലിയിൽ പരസ്പരം കടിച്ചു കീറുന്നവര് ഒരു ഭഗവതി വിഗ്രഹത്തിന്റെ മുമ്പിൽ ഐക്യത്തോടെ നിൽക്കുന്നു. മറ്റ് ഏത് സന്ദേശത്തിനായി ഇവരിൽ ഐക്യം ഉണ്ടാക്കാൻ സാധിക്കാം? അപ്പൊ ആത്മീയത നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ മതവിദ്വേഷം ഉണ്ടാകാതെ, രാഷ്ട്രീയ വിദ്വേഷം ഉണ്ടാകാതെ, അവനവന്റെ ഈഗോയും അഹങ്കാരവും തലക്കനവും താഴ്ത്തി നല്ല ഒരു ജീവിതത്തിന് നാന്ദി കുറിക്കുന്ന ദിവസമാക്കി ഈശ്വര ചൈതന്യത്തിന്റെ മുമ്പില് സ്ത്രീകൾ തന്നെ ആ കർമ്മം ചെയ്ത് സ്ത്രൈണഭാവത്തിലുള്ള ആറ്റുകാൽ ഭഗവതിയെ ആരാധിക്കുമ്പോൾ സമൂഹത്തിലെ സ്ത്രീകൾക്കുള്ള പ്രാധാന്യവും വിവരിച്ച് കോർപ്പറേഷനിലെ എല്ലാ തൊഴിലാളികളും, എല്ലാ പോലീസുകാരും, എല്ലാ വാട്ടർ വർക്ക്സ് അതോറിറ്റിയും, ഇലക്ട്രിസിറ്റി ബോർഡും, അതേപോലെ PWDയും ഒരുമിച്ച് ചേരുന്ന ഒരേ ഒരു സംഭവം ഇതാ. അപ്പോ രാഷ്ട്രീയത്തില്, മതത്തില്, ബ്യൂറോക്രസിയില്, തലങ്ങളില്
ഐക്യം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വലിയ കർത്തവ്യമാക്കി ഇതിനെ മാറ്റിയിട്ടുണ്ട്. മാറ്റണം. അതാണ് യഥാർത്ഥത്തില് ആത്മീയതയുടെ അപ്ലൈഡ് ഭാഗം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല പോലെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ മതത്തിലും ജാതിയിലും വിഭാഗത്തിലും പെട്ടവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഭാരതം എന്ന രാഷ്ട്രം ആത്മീയതയുടെ രാഷ്ട്രമാണ്. വിവേകാനന്ദന്റെ വരിയാണ്. ആത്മീയത ഇല്ലാത്ത ഭാരതം ഗ്രേവിയാർഡ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ ശ്മശാനമാണ് എന്ന് ഓർമ്മപ്പെടുത്തി ആ ആത്മീയത അന്ധവിശ്വാസവും ദുരാചാരവും ആകാതെ മാനവരാശിയുടെ നന്മയ്ക്കെത്തിക്കുന്ന ഒരു പൊങ്കാലയിലൂടെയും അതുപോലെയുള്ള ആചാരങ്ങളിലൂടെയും ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രണാമം അർപ്പിക്കുന്നു. എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാലയുടെ ശുഭ ദിന ആശംസകൾ ലോകത്തിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.